സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട സ്തോത്രമാല ഒരു നല്ല പകലിന് ഇന്ന് കർത്താവ് നമുക്കായി തന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്തു. നമുക്ക് ആരോഗ്യം ബലവും പകർന്നു. വരാനും പോവാനും കാലാവസ്ഥയെല്ലാം അനുകൂലമാക്കി ദൈവം നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. പല സാക്ഷ്യങ്ങളെ, വിടുതലിന്റെ സാക്ഷ്യങ്ങളെ ദൈവമക്കൾ വിശ്വാസത്തിൽ വരാത്ത ദൈവമക്കൾക്ക് വരെയും സാക്ഷ്യങ്ങൾ പറഞ്ഞു അവരെ ദൈവം ബലപ്പെടുത്തി ദൈവം കൊണ്ടുവന്ന ദൈവത്തിന്റെ വലിയ കൃപയെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സഭയ്ക്കകത്ത് സ്തോത്രം ശക്തമേറിയ ദൂത് ദൈവം കേൾപ്പിച്ചു. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മനസ്യമായിട്ട് ചില പിരിമുറുക്കത്തിനകത്തിരിക്കുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ ദൈവത്തോട് സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന വ്യക്തമാക്കി തരണം, സ്തോത്രം വീണ്ടും വ്യക്തമാക്കി തരണം, ബലപ്പെടുത്തണം, ഉറപ്പിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സ്തോത്രം അതിലേക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ദൂത് ഷാർപ്പായ ദൈവത്തിന്റെ ദൂത, ദൈവം വ്യക്തിപരമായി സഭയോട് സംസാരിച്ച ദൂത, സ്തോത്രം സഭയോട് സംസാരിച്ച ദൂത. എനിക്ക് സ്തോത്രം ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ദൈവം പറയുന്നത് അനുസരിക്കാത്തവരെ എനിക്ക് ദേഷ്യം. അവരോട് എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്നേഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് ദേഷ്യമാണ്, ഒരു പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ അവരോട് എനിക്ക് വെറുപ്പല്ല. സ്തോത്രം. ദൈവം പറഞ്ഞിട്ട് അനുസരിക്കാത്തവരെ പിന്നെ ആര് പറഞ്ഞ അനുസരിക്കും? ദൈവം നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ആര് പറഞ്ഞാൽ അനുസരിക്കുന്നത്? സ്തോത്രം. അപ്പോഴേ ഇന്ന് പലരും ഭയങ്കര പ്രസംഗമാണ്, അദ്ദേഹം തുറന്നു പ്രസംഗിക്കുന്നതല്ല, ഭയങ്കര പ്രസംഗമല്ല, പക്ഷെ ആ പ്രസംഗമായിട്ട് പുള്ളിയുടെ ജീവിതം മാറ്റുന്നില്ല. ഒരു ബന്ധവും നമ്മള് യൂട്യൂബെല്ലാം തുറന്നു കഴിഞ്ഞാൽ ഇന്നാള് പ്രസംഗിക്കുന്നുണ്ടോ, പ്രസംഗിക്കുന്നു, ആരുമായിട്ട് ബന്ധമില്ല. പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോ പുള്ളിയുടെ ഫലമവർത്തി അതുമായിട്ട് എന്തില്ല, ഒരു ബന്ധവുമില്ല. പ്രസംഗിക്കുന്നത് ഭയങ്കര കാര്യങ്ങളാണ്, അത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രസംഗിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അവർക്കും എന്തില്ല, ഈ കേൾക്കുന്നവർക്കും എന്തില്ല, ഈ പ്രസംഗിക്കുന്ന വിഷയമായിട്ട് ഒരു ബന്ധം. പക്ഷെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാവല്ലോ, പക്ഷെ പ്രസംഗിക്കുന്ന വിഷയമായിട്ട് എന്തില്ല, ഒരു ബന്ധം. അവരും അതുമായിട്ട് ജീവിത ശൈലികൾ മാറ്റിയോ അല്ലെങ്കിൽ പ്രസംഗം, അതുകൊണ്ട് പ്രസംഗിക്കുന്ന ആർക്കുമില്ല, കേൾക്കുന്ന ആർക്കുമില്ല. പക്ഷെ ഭയങ്കര പരസ്യമാണ്, ഭയങ്കര പരസ്യമാണ്. ഇന്നലെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന ആർക്കുമില്ല, പ്രവർത്തിക്കുന്ന ആൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല. ഈ ദൈവവചനം എന്ന് പറയുന്നത് പ്രസംഗിക്കാൻ മാത്രമല്ല. കർത്താവിന്റെ വചനം പറയുന്നത് ഒരു വിരൽ ചൂണ്ടി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ 4 വിരല് ആരെ ചൂണ്ടുക? പ്രസംഗിക്കുന്നവരെ ചൂണ്ടുക. അപ്പോഴ് ഈ പ്രസംഗിക്കുന്ന വ്യക്തി ഈ പറയുന്ന ദൈവത്തിന്റെ ദൂതുകൾ, ദൈവത്തിന്റെ അരുളപ്പാട് ദൈവജനത്തിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിന്റെ ഇരട്ടിയായിട്ട് ആര് പ്രാപിച്ചോണം? ഈ പ്രസംഗിക്കുന്ന വ്യക്തി പ്രാപിച്ചോണം. അവൻ അതുമായിട്ട് ഇരട്ടി, അവൻ 4 ഇരട്ടി ദൂത് അവന്റെ ജീവിതത്തിനകത്ത് ഏറ്റെടുത്തോണം. ഒരു ദൂത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ 4 ഇരട്ടി അവനെ തീർന്നോണം, അത് പ്രാപിച്ചെടുത്തോണം, അവന്റെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരണം. അവനെയാണ് ആർക്ക് വേണ്ടത്? അതുകൊണ്ട് ചില സഭയുടെ കുറ്റമല്ല, സഭയെല്ലാം കണ്ണുനീരുകൊണ്ട് പല സഭകളും ഉണ്ടായത്. സ്വന്തം അനേകം ദൈവദാസന്മാർ ഇറങ്ങിയിട്ടുണ്ട്, അനേകം ദൈവമക്കളുണ്ട്. പക്ഷെ പലർക്കും എന്തില്ല, പ്രസംഗം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പ്രസംഗം അനുസരിച്ച് എന്തില്ല, പറയാനും ഇഷ്ടമാണ്. പലപ്പോഴും ആ പ്രസംഗമായിട്ട് ഒരു ജീവിത ശൈലികൾ ഇല്ല. അതേപോലെ ചിലവർക്ക് മത്സരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, വചനം പറഞ്ഞങ്ങോട്ട് തർക്കിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്തോത്രം. തർക്കിക്കുന്ന മാർഗമല്ല ദൈവവചനം ഒരിക്കലും എന്ത് ചെയ്യാനുള്ളതല്ല. തർക്കിക്കുവാനും മത്സരിക്കുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംസാരങ്ങൾ ചെയ്യുവാനുള്ള മാർഗമല്ല. ഉടനെ പറയും പൗലോസ് പലയിടത്തും വ്യക്തമാക്കി കൊടുത്തത് ദൈവവചനം. ഇത് വ്യക്തമാക്കുവല്ല ചെയ്യുന്നത്. ഇപ്പൊ എന്ത് ചെയ്യുക? ഒരാൾ ഒരു കാര്യം വേണം, തർക്കിക്കുക. ദൈവവചനം കേൾക്കുന്നവരും ദൈവവചനം പ്രസംഗിക്കുന്നവരും ദൈവവചന പ്രകാരം നിൽക്കുന്ന ഒരു ദൈവപൈതൽ എപ്പോഴും കീഴ്പ്പെടുവാനുള്ള മനസ്സുണ്ടാകും. അതുകൊണ്ട് ദൈവവചനം പറഞ്ഞ് തന്നെ താഴ്ത്തുന്നവനെ ആര് ഉയർത്തും? ദൈവം. തന്നെ ഉയർത്തുന്നവനെ ആര് താഴ്ത്തും? ദൈവം. അപ്പൊ തന്നെ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും, തന്നെ ഉയർത്തുന്നവനെ ആര് താഴ്ത്തും? അപ്പൊ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യേണ്ടത് ആരാ?
ദൈവമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ആരോടാ ഷെയർ ചെയ്യേണ്ടത്? ദൈവത്തോട്. ദൈവത്തോട്. ഇപ്പൊ വചനപ്രകാരം നമ്മൾ ചില കാര്യങ്ങൾ അങ്ങോട്ട് ശക്തമായിട്ട് പ്രസംഗിക്കുക, ദൈവത്തിന്റെ കാര്യം പറയുക. ചിലരോട് പറയും പാസ്റ്റർ ഏത് തെറ്റുകളുണ്ടെങ്കിൽ കുറ്റങ്ങളുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും? പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവർക്ക് പാസ്റ്ററിനോടും ദേഷ്യമാവും, ദൈവത്തോടും ദേഷ്യമാവും, സഭയോടും ദേഷ്യമാവും. എന്നെ കുത്തിയതാ. പ്രശ്നമുണ്ടാവും. ഒന്നും വേണ്ട, ദൈവത്തോട് ഇരുന്ന് അങ്ങോട്ട് പാസ്റ്റിട്ട് ആ വചനങ്ങളൊക്കെ വായിക്കും. അതിനകത്ത് ദൈവം പഠിപ്പിക്കും എവിടെല്ലാം നീ മാറണം, എവിടെല്ലാം നിനക്ക് കുറവുണ്ട്, എവിടെല്ലാം നിനക്ക് വീഴ്ചയുണ്ട്. ഞാനും അതുമായിട്ട് ശരിയാവണം. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദൂത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ 4 എന്നോട് പറയുന്നത്, എന്നോട് സംസാരിക്കുന്നത്. ആ 4 അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണം? മാറ്റിക്കൊണ്ടിരിക്കണം. എങ്കിലേ ആ ദൂത് ഞാൻ പ്രസംഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? പ്രയോജനപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇന്ന് സഭയ്ക്കകത്ത് പല പാരമ്പര്യ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ പല സഭയ്ക്കകത്ത് പുതുതായിട്ട് വിത്ത് ജനിക്കാത്തതിന്റെ കാര്യമെന്തോ ഉണ്ടാവുന്നതിന്റെ കാര്യം പ്രസംഗമേ ഉള്ളൂ. എന്തില്ല? ജീവിതമായിട്ടില്ല. ജീവിതത്തിനനുസരിച്ചാണ് പ്രസംഗം മാറ്റുന്നതെങ്കിൽ മാത്രമേ ഈ പ്രസംഗത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുള്ളൂ? പ്രയോജനം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഇന്ന് ഈ ദൂത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മിഷണറി ഉപയോഗിച്ച ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിരക്തിയായിട്ട് ദൈവം ഉപയോഗിക്കട്ടെ, കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടട്ടെ. സഭയെ കുറിച്ച് നമ്മള് പലയിടത്തും ഒറ്റപ്പെടുന്നതിന്റെ ഒരു കാര്യം, ദൈവവചന പ്രകാരം ഈ ജീവിക്കാത്തവരെ കാണുമ്പോൾ എനിക്ക് എന്ത് ചെയ്തില്ല, ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയാലും അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നത് എപ്പോഴെങ്കിലും എനിക്ക് എന്ത് ചെയ്യും? പുറത്തു വരും. അത് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും എന്നോട് താല്പര്യം ഉണ്ടാവും. എനിക്ക് പ്രസംഗിക്കാനല്ല അറിയാം, എനിക്കിത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്റെ വീട്ടുകാരും ചർച്ചക്കാരെയും ബന്ധുക്കളിൽ നിന്നല്ല ഞാൻ വിട്ടുമാറിയേണ്ട കാര്യം. എനിക്കിത് ജീവിക്കണം. അവരെ പോലെ പറഞ്ഞാൽ പോരാ, അവരെ പോലെ പറഞ്ഞു നടക്കുന്നവരെ അല്ല ദൈവത്തിന് വേണ്ടത് എന്തുവാ? ജീവിക്കാൻ. കാര്യം എന്തുവാ? ഇല്ലെങ്കിൽ ഈ മാർഗത്തിന് വരട്ടെ. ഞാൻ എന്റെ രീതിയിൽ പറയുക, ഇല്ലെങ്കിൽ ഈ മാർഗത്തിൽ ജീവിക്കുക. എന്തിനാ ഇത് കൂട്ടിച്ചേർക്കുന്നത്? ദൈവവചനം പറഞ്ഞ 2 അനുമാനം പാടില്ല, ഏതെങ്കിലും ഒന്നേയാവാം. ആ രീതിയിൽ പോവുക. അല്ലാതെ അതും വേണം ഇതും വേണം എന്ന് പറഞ്ഞ് ജീവിക്കുന്നു. കാര്യം ഭക്തന്മാരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തെല്ലാം വല്യപ്പച്ചനായ സന്യാസിയപ്പൻ എന്നെല്ലാം പറയുന്ന അപ്പച്ചനെ കുറിച്ചെല്ലാം പലരെന്നോട് സാക്ഷ്യം പറയപ്പെടും. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, പലരും സാക്ഷ്യം പറയാം. അപ്പൊ പുള്ളിക്കാരൻ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ അത് 2 നില വീടാ. മച്ചിട്ട വീട. 2ാമത്തെ നില മച്ച തടിക്കാത്ത പണിരിക്കുന്നത് 2ാമത്തെ. അപ്പൊ പുള്ളിക്കാരൻ പ്രാർത്ഥിക്കുന്നതും ബൈബിൾ വായിക്കുന്നതെല്ലാം മേളിൽ പോയിരുന്നു. ആ മച്ചിട്ട് ആ റൂമിനകത്ത് പോയിരുന്ന വായിക്കും. അപ്പോഴേ അവിടെ ഇരുന്ന് ഇങ്ങനെ ബൈബിളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ പുള്ളി അങ്ങ് നിറഞ്ഞു കഴിയുമ്പോൾ ഈ മച്ചല ഇടിഞ്ഞു വീഴുന്നത് താഴെ ഇരിക്കുന്നു, മൊത്തം ഇടിഞ്ഞിപ്പോ വീണ ഇടിഞ്ഞു വീഴുന്നു. അപ്പോഴ് ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടി അമ്മച്ചി വല്ല സ്റ്റെപ്പിൽ ചെന്നാൽ എപ്പം വീണെന്ന് വെച്ചാൽ പടി കയറിയാണ് മേലോട്ട് പറഞ്ഞെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മക്കളെ പറഞ്ഞു വിടുക, ഇവിടെ ഒന്നും പൊട്ടിക്കളാ, ഓർമ്മൊന്നും പൊട്ടി നോക്കിയാൽ ഇതെല്ലാം എഴുതി അമ്മ തല വീണു എന്ന് പറഞ്ഞ് മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നു ഒന്ന് വിളിക്കാൻ പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞത് ആ സ്റ്റെപ്പ്, ആ കോവണി അങ്ങോട്ട് കയറാൻ ഫസ്റ്റ് കോവണി വെക്കുമ്പോൾ കാര്യം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അത്രയ്ക്ക് വ്യാപരിക്കുക. എനിക്ക് ആ വീട് കാണാനും ആ വീടിനകത്തല്ല എനിക്ക് അതിനകത്ത് പ്രാർത്ഥിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുക, ഭക്തന്മാരുടെ പ്രാർത്ഥനയുടെ കാര്യം പറയാ. സന്യാസിപ്പന്നല്ല, ആ കാലത്തിൽ ഇറങ്ങിയ എല്ലാ പിതാക്കന്മാരുടെ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കയറിയ പിന്നെ അവർക്ക് ബന്ധു വന്നെന്നോ സ്വന്തക്കാരൻ വന്നെന്നോ നാട്ടുകാരൻ വന്നെന്നോ അല്ലെങ്കിൽ അതൊന്നും അവര് വേണ്ടിയില്ല, അവരുടെ ഭാര്യ വന്നോ മക്കളൊന്നും അവരെ ആത്മാവിന്നറിയും. ആ റൂമിന്റെ അടുത്തോട്ട് പോലും പോകാൻ പറ്റത്തില്ലെന്ന പലരും എന്നോട് പറഞ്ഞു. പലരും അവരുടെ സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലരും അവിടെ ചെന്നിട്ട് തൊടാൻ ചെന്ന് തെറിച്ചു പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഇലക്ട്രിക് ഷോക്ക് പോലെ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞിരിക്കുക അവിടെ. ഇതൊന്നും ആരറിയുന്നില്ല, പുള്ളി അറിയുന്നില്ല. പുള്ളി മൊത്തവും ദൈവത്തിന്റെ ആത്മാവ്.
ദൈവത്തിന്റെ ആത്മാവിന്. പക്ഷെ ഇന്നത്തെ ഭക്തന്മാരങ്ങനൊന്നും പ്രാർത്ഥിച്ചാൽ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ സുനിത ധരിച്ചു തോന്നില്ല. ഞാൻ ധരിച്ചു പോകുന്നില്ല, സുനിത ധരിച്ചൊന്നും തോന്നില്ല. ഇന്നത്തെ പ്രാർത്ഥനയിൽ അത്രയ്ക്ക് എന്തില്ല, ആത്മാർത്ഥതയില്ല. ആത്മാർത്ഥതയില്ല. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കണം. പല ഭക്തന്മാര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തുള്ള ഒരാള് ആരാധനയ്ക്ക് ഭയങ്കര സൗണ്ടാന്ന് പറഞ്ഞു ചെല്ലത്തിൽ അടുത്ത് പോയി. പിന്നെ അവൻ ജന്മത്തിൽ പോകില്ല. അവര് മനസ്സിലാവും ഇത് വേറെയാണ്, ഈ കളി വേറെയാണ്, കളി വേറെയാണെന്ന്. സ്തോത്രം. ഇന്നത്തെ പ്രാർത്ഥനയ്ക്കകത്ത് അത്ര എന്തില്ല, തീക്ഷ്ണതയില്ല, തീക്ഷ്ണതയില്ല. ദൈവം എല്ലാം തരുമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നത്, ദൈവം എല്ലാം നമുക്ക് തരുമോ, സമൃദ്ധിയോടെ ദൈവം തരുമോ. ഒന്നിനും എന്ത് ചെയ്തില്ല, വാതിൽ അടച്ചിട്ടില്ല, വാതിൽ അടച്ചിട്ടില്ല. ദൈവം എന്ത് ചെയ്തോന്നിരിക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ നമ്മൾ ഒന്ന് കണ്ണുനീർ ഒഴുക്കുമ്പോൾ തന്നെ ആര് തരുവോ, ആര് തരുവോ. നമ്മുടെ മക്കളെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഫ്രണ്ടിലോ നമുക്കൊരു വിഷമം വന്നൊന്ന് കണ്ണുനീരെല്ലാം ഒഴിക്കുക, പെട്ടെന്നൊന്നും ഒരു സെന്റിമെന്റ്സ് ആവത്തില്ല. ആവോ? അവരോട് കരയണം, കരയുന്ന കാട്ടും. ചിലപ്പോ ഒന്ന് മിണ്ടാതിരുന്നാൽ ഇച്ചിരി കഴിയുമ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് പറയും. ചിലപ്പോൾ ആശ്വാസ വാക്ക് തന്നാലും ഇച്ചിരി കഴിയുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് പറയും. പക്ഷെ ദൈവം കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയാ, കർത്താവിന്റെ തുരുത്തി ഒഴുക്കിയ നീ മറന്നുപോകും. പക്ഷേ ആ കണ്ണുനീര് ആരും മറന്നുപോകത്തില്ല, കർത്താവ് മറന്നുപോകത്തില്ല. ആ കണ്ണുനീര് കാണും. അതാ പറയുന്നത്, തുരുത്തി നിറയ്ക്കണം. തുരുത്തി നിറയണം. നീ ഒഴുക്കുന്ന ഓരോ കണ്ണുനീരിന്റെ തുള്ളിക്കും നിനക്ക് ചിലപ്പം വില കാണത്തില്ല. നിനക്കപ്പോഴും വേദനപ്പെട്ടു, നീ ആ വേദനയാല കരഞ്ഞത്, പിന്നെ നീ അത് മറന്നുപോയി. പക്ഷെ മറക്കത്തില്ല ദൈവം. അതുകൊണ്ടാ ആ കണ്ണുനീരിന്റെ മറുപടി കുറെ കാലങ്ങൾ കഴിഞ്ഞാലും ആര് തുറന്നു തരുന്നേ, ദൈവം തുറന്നു. അത് അനുഭവിച്ചിട്ട് നീ ഓർക്കുന്നില്ല. അന്ന് ഞാൻ കണ്ണുനീർ ഒഴുക്കിയതുകൊണ്ടാ, പ്രാർത്ഥിച്ചത് കൊണ്ടാ, നിലവിളിച്ചത് കൊണ്ടാ ദൈവം ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയെ കൂടെ ദൈവം എന്നെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എനിക്ക് നന്മ ലഭിക്കുന്നു. ഇതൊന്നും ആര് മറന്നുപോയി, കണ്ണുനീർ ഒഴുക്കിയാലും മറന്നുപോയി. പക്ഷെ കണ്ണുനീര് അമികല്ലിൽ ശോകം അലറിയ അമികല്ലിൽ കണ്ട കർത്താവ് ഒരിക്കലും എന്ത് ചെയ്തില്ല, മറന്നുപോയിട്ടില്ല. ഒരിക്കലും നമ്മൾ മറന്നുപോയി. മനുഷ്യ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമേറിയ ദൂത് പറയുക, ഇത്രയും നാൾ കണ്ട നന്മയൊന്നും അല്ല നീ കാണാൻ പോകുന്നത്. ഇത്രയും നാൾ കണ്ടതല്ല ഒരു സാമ്പിൾ വെളിപ്പെട്ട, ഇത്രയും നാൾ നീ കണ്ട നന്മയല്ല നിന്റെ കുടുംബത്തിനകത്ത് പകരുന്നതിന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. കാര്യങ്ങൾ ചില കാര്യങ്ങളോട് ഒരുക്കി വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് വേണം നന്മ തരാൻ. കാര്യം വീടിനകത്ത് മുഴുവനും ആ ദൈവത്തെ സ്തുതിക്കുന്നതാവണം. അതിനുവേണ്ടി ഞങ്ങളുടെ താമസം വെച്ചിരിക്കുന്നത്. അതാ ദൈവം കൈവിട്ടിട്ടല്ല, ദൈവം വരുന്നതല്ല, ദൈവം മാത്രമാത്രം സ്നേഹിക്കുന്നു. ഇത്രയും നാൾ കണ്ട നന്മ അനുഗ്രഹം ഇതുകൊണ്ടൊന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇതൊക്കെ സാമ്പിള യഥാർത്ഥ നന്മ അനുഗ്രഹങ്ങൾ വരുന്നു. ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നു, നസ്രയത്തിൽ നിന്ന് വല്ല നന്മ വരുമോ? നസ്രയത്തിൽ നിന്നല്ല നന്മ വരുന്നത്, യേശുവിനാണ് നന്മ വരുന്നത്. ആ നന്മ കുടുംബത്തിനകത്ത് അതിനകത്ത് ഒരു ശത്രുവിനെ ബന്ധിക്കാൻ കഴിയത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ദൂത് പറയുന്നത് എങ്ങനെയാ? ഒരു മരത്തിനകത്ത് ആയുധം വെച്ച് ചെത്തി പിടിക്കുന്ന പോലെ അവയെ ആദ്യം വെട്ടി മുറിഞ്ഞില്ല, പല വെട്ടി അവ ഒരു മുറിച്ചില്ല. പക്ഷെ വാളിന് മൂർച്ച മുട്ടി അങ്ങോട്ട് വെട്ടാൻ തുടങ്ങിയപ്പോൾ വാള് കയറാൻ തുടങ്ങി. അപ്പോഴത് ചെത്തി പിരിക്കൊണ്ടിരിക്കുക. ചിലതിനോട് ഉടച്ച് പലത് വെച്ചിട്ട് വേണം ദൈവത്തിന് വാഗ്ദത്തം തരാൻ. അന്ന് പറഞ്ഞാൽ ഭവനത്തിൽ എല്ലാവരും ഒരേ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കുന്ന രീതിയിലേക്ക് ദൈവം ഉയർത്തുന്ന ദൈവത്തിന്റെ ദൂത് പറയുന്നു. അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിലേക്ക് എല്ലാം
അനുഗ്രഹവും അല്ലെന്നാ ദൈവം പറയുന്നത്. കാര്യം എന്തുവാ? ഇതെല്ലാം വെറും സാമ്പിളാ. ബാക്കി ദൈവത്തോട് ഒരുക്കാവുണ്ട്. എന്താണ്? ഇത്രയും കാലം നന്മ അനുഗ്രഹം തന്നിട്ട് പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുന്നില്ല. ദൈവത്തിന് നന്ദി പറയാൻ പറ്റില്ല. ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുമ്പോഴേ ഓപ്പോസിറ്റ് വാക്കാ കേൾക്കുന്നത്. സ്തോത്രം. എത്രയെല്ലാം ദൈവം അമികാലിലെ കുരുടായിരിക്കുന്ന കണ്ണിനെ തുറന്നു കൊടുത്തിട്ട് പോലും പല നന്മകൾക്ക് നന്ദി യഥാർത്ഥമായിട്ട് പറയാൻ പറ്റുന്നില്ല. പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങളാണ് ഭവനത്തിനകത്തിരിക്കുന്നത്. എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുമോ, ഭവനം മുഴുവനും കണ്ണു തുറന്ന് കുരുടായ കണ്ണിനെ തുറന്ന് ആ നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന രീതിയിലേക്ക് ദൈവം ചില വലിയ നന്മയിലേക്ക് ദൈവം കൊണ്ടുപോകുന്ന ദൈവം പറയുന്നു. ജീവനുള്ള ദൈവത്തെ ഞാൻ സേവിച്ചത് കൊണ്ടാ, ജീവനുള്ള ദൈവത്തെ ഞാൻ ആരാധിച്ചത് കൊണ്ടാ, ജീവനുള്ള ദൈവത്തെ വേണ്ടി ഞാൻ വിലകൊടുത്തത് കൊണ്ടാ, ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിന്നെ പരിഹാസമാനം അനുഭവിച്ചിട്ട് മൗനമായിട്ട് ഇരുന്നത് കൊണ്ടാ എന്റെ തലമുറയെ, എന്റെ കുടുംബത്തെ ഈ പ്രവാചകൻ കർത്താവ് അനുഗ്രഹിച്ചത്. എന്റെ തലമുറയ്ക്ക് ദൈവങ്ങളുടെ ബന്ധങ്ങൾ, എന്റെ തലമുറയ്ക്ക് എന്റെ കുടുംബത്തിൽ ദൈവങ്ങളുടെ അനുഗ്രഹങ്ങൾ. അപ്പൊ ഇത്രകാലം എന്റെ കണ്ണീരല്ല എന്റെ യേശു കണ്ടല്ലോ. ആരൊക്കെ കണ്ടില്ലെങ്കിൽ എന്റെ യേശു കാണുന്നുണ്ടല്ലോ. അതിനെ ഓർത്ത് സന്തോഷിച്ചു. ദൈവത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുക, ദൈവം നിശ്ചയമായി അനുഗ്രഹിക്കും. ദൈവം ഒരു വാഗ്ദത്തം, നന്മ, അനുഗ്രഹങ്ങൾ ദൈവമക്കളെ ദൈവത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ണുനീര് ഒഴുക്കിയത ചില വിഷയത്തിന് വേണ്ടി നമ്മളത് മറന്നുപോയി. പക്ഷെ കണ്ണുനീര് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരാളുണ്ട്, ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും മറക്കത്തില്ല. കാര്യം ഈ തുള്ളിക്കെല്ലാം പ്രതിഫലം വെച്ചിട്ടുണ്ട്. നമ്മളെന്താ ഇപ്പൊ കിട്ടിയില്ലല്ലോ, മറന്നുപോയത് ഇല്ല, ഇതിനെല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പം കിട്ടിയാൽ നിനക്ക് അതിന്റെ മഹത്വം തിരിച്ചറിയത്തില്ല. അതുകൊണ്ടാണ് തരാത്തത്. അതിന്റെ മഹത്വം തിരിച്ചറിയുന്ന രീതിയിൽ നീ ചിന്തിക്കുന്ന നിനക്കിതിനപ്പുറമായി ആര് തരും? ദൈവം തരും, ദൈവം തരും. സ്വന്തം കണ്ണുനീര്, അതുകൊണ്ടൊരു കാര്യം പറഞ്ഞു, വറ്റാത്ത കണ്ണുനീരുണ്ടെങ്കിൽ ഭാഗ്യം. വറ്റിപ്പോയ പോയി. വറ്റാത്ത കണ്ണുനീരൊഴുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവസന്നിധി ഇരിക്കുമ്പോൾ എനിക്കെല്ലാം അറിയാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കല്ല്, എനിക്കൊന്നും അറിഞ്ഞൂടാ. ദൈവത്തിന്റെ കൃപയാല ഞാൻ മുന്നോട്ട് പോകുന്നത്. സ്തോത്രം. ചിലവര് ഇന്നത്തെ സ്തോത്രം പലരും പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന്റെ മറുപടി കിട്ടാത്തതിന്റെ കാര്യം എന്തുവാ? ആത്മീയ കാഴ്ചപ്പാടൊന്നും വന്നിരിക്കുന്നത്. ഇന്ന് ആവശ്യത്തിന് വേണ്ടി ഇരിക്കുക, ആവശ്യത്തിന് വേണ്ടി ഇരിക്കുക. സ്തോത്രം. ആവശ്യത്തിന് വേണ്ടി ഇരിക്കുക. പലരും ചിന്തകൾ ഇതിന്റെ പിന്നാലെ അല്ലേ? നമ്മൾ ചുമ്മാ ഇരുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോഴും ടിങ്ങൊന്നും കേട്ടാൽ നമ്മൾ ചിലപ്പോൾ തുറന്നു നോക്കരുത്. ഒരു ചെറിയ വെല്ലടിച്ചൊന്നും തിരിഞ്ഞു നോക്കും. പക്ഷെ പ്രാർത്ഥിക്കരുത്. ഇതെല്ലാം മൊബൈലിൽ പോവാത്ത നാട്ടുകാരുടെ അപ്പുറത്തെ വീട്ടിലെ മൊബൈൽ അടിച്ചെന്ന് വരും. പ്രാർത്ഥിക്കായിരിക്കും. എനിക്കറിയത്തില്ല ഇത്രയും ചെറിയല്ല എങ്ങനെ കേൾക്കുന്നത്, ഷാർപ്പായിട്ട് കേൾക്കുന്നത്. അപ്പുറത്തെ വീട്ടിലെ മൊബൈൽ അടിച്ചാൽ പോലും എന്ത് ചെയ്യും? അപ്പുറത്തെ വീട്ടിലെ ബിരിയാണിയുടെ മണം വരെ അപ്പോഴും നോക്കി. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഇതെല്ലാം വരും. വാസോലാണെങ്കിൽ പിന്നെ ഇതിന് അപ്പുറത്തെ ചിക്കൻ ഫ്രൈയുടെ മണമായിരിക്കും പിന്നെ വന്നോണ്ടിരിക്കും. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും, ചിക്കൻ ഇഷ്ടമല്ലെങ്കിൽ ചിക്കൻ്റെ മണം തന്നെ വന്നിട്ട് പറയും, ഇത്രയും നല്ല ഇറച്ചി വേറെ എങ്ങനെ കിട്ടുന്നത്? ആ കഴിച്ചവന്റെ കാര്യം മോശകാലം. ഇത് ചിന്തയാണ്, ഇതിനകത്തുള്ള ചിന്തയാണ്, അല്ലെങ്കിൽ വീടിനകത്തുള്ള ചിന്തയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പിതാക്കന്മാർക്ക് ഇത് പ്രാപിക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരുപാട് ദൈവത്തോട് ആലോചിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തോട് എന്നെ തന്നെ ഉടച്ചേൽപ്പിക്കും പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം വെളിപ്പെടുത്തുന്ന കാര്യമാണ്. സ്തോത്രം. അവരുടെ കഥകിന്റെ അടുത്ത് പോലും പോകാൻ പറ്റുന്നില്ല. ഒരാൾക്ക് സ്വന്തം വീട്ടിലുള്ള ആൾക്ക് പോലും ഒന്ന് പോയി വിളിക്കാൻ പറ്റുന്നില്ല. കാര്യം അവര് പ്രാർത്ഥിക്കും, അവിടെ തീ ഇറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ വീട്ടിലുള്ളവൻ വിളിക്കാൻ പോത്തുമില്ല. കാര്യം അവൻ പ്രാധാന്യം അതിനാണ് കൊടുത്തേക്കുന്നത്. സ്തോത്രം. വീട്ടിലുള്ളവൻ പ്രാധാന്യം, വീടിനകത്തൊക്കെ ഒരു ഗസ്റ്റ് വന്ന് അതിനല്ല പ്രാധാന്യം. പ്രാധാന്യം എവിടെ കൊടുത്തിരിക്കുന്നത്? പ്രാധാന്യം എന്തിനാ കൊടുത്തിരിക്കുന്നത്? അതിനാ കൊടുത്തിരിക്കുന്നത്. അതിനാ കൊടുത്തിരിക്കുന്നത്. പ്രാധാന്യം അതിനാ കൊടുത്തിരിക്കുന്നത്. ഇന്ന് പ്രാധാന്യം അതിനൊന്നും അല്ല. വരുന്ന ഗസ്റ്റിനാ പ്രാധാന്യം, വരുന്ന വ്യക്തികൾക്കാ പ്രാധാന്യം. സ്തോത്രം. പ്രാർത്ഥനയല്ല പിന്നെ ആവാം, കുറച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാം. അങ്ങനെ പ്രാർത്ഥന മുടക്കിയിട്ടിരുന്ന് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ ഇരുന്നാൽ കിട്ടത്തില്ല ആ സന്തോഷം. സന്തോഷം കിട്ടത്തില്ല. നമ്മൾ ഒന്ന് മുടക്കിയിട്ട് പോയ പിന്നെ വന്നിരുന്ന എത്ര മനസ്സോടെ വന്നിരുന്നാൽ കാര്യം ദൈവം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ കൽപ്പന എന്താണ്? കർത്താവ് യേശു വെച്ച ആദ്യത്തെ കൽപ്പന എന്താണ്? കർത്താവ് പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും എന്നെ സ്നേഹിക്കുന്നതാണ് ആദ്യത്തെ കൽപ്പന.
പറയുന്നു. ആ വാക്കിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ വായിക്കുമ്പോ പോകുന്നു, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ എന്നെ ആരാധിക്കുന്നതാ, എന്നോട് പ്രാർത്ഥിക്കുന്നവനാ ഏറ്റവും വലിയ കൽപ്പന. അവനാ ഭാഗ്യവാൻ, അവനാ ഭാഗ്യവാൻ. അപ്പൊ നമ്മളൊന്നും ഓർക്കുക, നമ്മൾ പൂർണ്ണ ഹൃദയത്തോടാണ് ഇരിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടാണ് ഇരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഫോൺ കോൾ പോകുമ്പോൾ ആരെങ്കിലും ബന്ധുക്കൾ വിളിക്കുന്നുണ്ടോ, സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ടോ? സ്തോത്രം. നമ്മൾ ഈ ഫോൺ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും സൈലന്റ് ആക്കും, സൈലന്റ്. ഈ സൈലന്റ് ആക്കിയപ്പോഴും നിന്റെ മനസ്സ് പോയി, അകോട്ട് പോയി, പ്രാർത്ഥിക്കുക എന്ന ദൈവമായിട്ടുള്ള മനസ്സ് പോയി. നമുക്ക് എപ്പോഴും ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഭയപ്പെടുവാണെങ്കിൽ, ലോകത്തിൽ ഭയപ്പെടുവാണെങ്കിൽ, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവവൈതലേ, ഞാൻ ഒരു കാര്യം തോന്നു പറയാ, നീ ഭയപ്പെടുവാണെങ്കിൽ യേശുവിനെ മാത്രമേ ഭയപ്പെടാവൂ. ഭയപ്പെടാവൂ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് വേണ്ടതാ, അതെല്ലാം ആർക്കറിയാം? ദൈവത്തിന് അറിയാം. ദൈവം അതുകൊണ്ട് നെക്സ്റ്റ് കൽപ്പന ചോദിച്ചപ്പോൾ ദൈവം അടുത്തൊരു കൽപ്പന പറഞ്ഞു, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കും. ഇത് എന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കുക, എന്റെ അയൽക്കാരനെ പിന്നെ സ്നേഹിക്കുന്നത്. എന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കുക, അവൻ ഒരിക്കലും ആരെ സ്നേഹിക്കാൻ പറ്റത്തില്ല, അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റില്ല. അത് ദൈവം ഉദാഹരണം പറഞ്ഞതിന് വേണ്ടിയാ. നിനക്ക് ആരോടും എന്നുണ്ടാവില്ല വെറുപ്പോ, ദേഷ്യമോ, കുശുമ്പോ, അസൂയ ഒന്നും കാണാൻ, ഒന്നും കാണാൻ. അയൽ വീട്ടിൽ എന്തൊക്കെ ഉയർച്ചയുണ്ടെന്ന് പറഞ്ഞാലും, നന്മയുണ്ടെന്ന് പറഞ്ഞാലും, അവൻ ജാതിയായിട്ട് ജീവിക്കുന്നവനാവട്ടെ, അവൻ ലോകപരമായി ജീവിക്കുന്നവനാവട്ടെ, അവൻ ജഡപ്രകാരമായി ജീവിക്കുന്നവനാവട്ടെ, അത് എന്തോ ആവട്ടെ, നമുക്ക് ദ്രോഹം ചെയ്യുന്നവനാവട്ടെ, അവനോട് നമുക്ക് ഒരു വിരോധവും, അവനോട് ഒരു വിരോധവും, അവനോട് ഒരു വിരോധമില്ല. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ അവൻ പോസ്റ്റ് പറയുന്നവനാവട്ടെ, പ്രതികൂലമായിട്ട് നിൽക്കുന്നവനാവട്ടെ. ചിലപ്പോൾ നമുക്ക് ഇതെല്ലാം വരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നമ്മുടെ പ്രാർത്ഥന കൂട്ടാൻ വേണ്ടി. ദൈവം നോക്കും, ഇവനെ മനസ്സ് മാറുമോ, ഇവന് വൈരാഗ്യം വരുമോ, ദേഷ്യം വരുമോ എന്നെല്ലാം ആര് നോക്കുക? കർത്താവ് നോക്കുക. ഇവൻ എന്നോടാണോ പ്രാധാന്യം തരുന്നത്, എനിക്ക് വേണ്ടിയാണോ പ്രാധാന്യം തരുന്നത്, എന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർ എങ്ങനെ വേറെ ചിന്ത വരുന്നു, ഇതെല്ലാം ആര് നോക്കുന്നത്? കർത്താവ് നോക്കുന്നത്. പക്ഷെ നമുക്ക് ഇതെല്ലാം വരുന്നു, ഇല്ലയോ? നമ്മൾ കുടുംബങ്ങളുമല്ല, ആണോ? പക്ഷെ ഈ പഴയ പിതാക്കന്മാർ റൂമിനകത്ത് കയറി പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ഭാഗം അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവരുടെ ദർശനങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും എല്ലാം ആരോടാ? ദൈവത്തോടാ. അവർ ചോദിക്കുന്ന ദൈവത്തോടാ, അവർ യാചിക്കുന്ന ദൈവത്തോടാ, അവർ സംസാരിക്കുന്ന ദൈവത്തോടാ. അല്ലാതെ ഭാര്യ മക്കളെ കണ്ടില്ലല്ലോ, ഇത്രകളെ കണ്ടില്ലല്ലോ, അല്ല താഴെ പോയി പറയുന്നത് കണ്ടെത്തില്ല എന്നല്ല, അവരെ കണ്ടെത്തില്ല എന്നല്ല. അവര് ഇതിന്റെ ദൈവസ്ഥയെ ആരാധിക്കുമ്പോൾ അപ്പുറത്തെ അമ്മാവി ആരാധിക്കുന്നു, അപ്പുറത്തെ ചേട്ടൻ ആരാധിക്കുന്നു, അപ്പുറത്തെ അച്ഛൻ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഭാര്യ ആരാധിക്കുന്നു, മക്കൾ ആരാധിക്കുന്നു എന്നല്ല. അവർ ഒറ്റ ചിന്തയുള്ളൂ, ഇത് ഞാൻ ദൈവത്തെ ആരാധിക്കാൻ വന്നതാ. ഒന്നോ രണ്ടോ പേരുകളെ കൂടുന്നു, അവർ ആദ്യ യേശുവെന്ന് പറഞ്ഞു. ഇന്ന് ഞങ്ങൾ സഭയായിട്ട് കൂടിയിരിക്കുന്നു, ഇവനെ ദൈവം ഇറങ്ങി വരും, അത് എനിക്ക് വേണ്ടി വിരുദ്ധനാ. അവരുടെ കാഴ്ചപ്പാട് എന്തുവാ? അവര് ദേവാലയത്തിനകത്ത് വന്നാലും എന്ത് കാഴ്ചപ്പാട്? മുഴങ്കാല് മടക്കുക. ഇന്ന് മുഴങ്കാലൊന്നും ഇല്ല, എല്ലാവർക്കും കസാരയാണ്. കസാര ഇട്ട് കൊടുക്കുക. കസാരയിലോ നീരി അമ്മയുടെ ദിവാങ്കോട്ടിട്ട് കിടന്നു, വിഷയമില്ല. നിന്റെ ഹൃദയം ആർക്ക് കൊടുക്കണം? എവിടെ കൊടുക്കണം? ദൈവസന്നിധി. സ്തോത്രം. അവർ വന്നിരുന്നാൽ, അന്നത്തെ ആരാധനയിൽ പിതാക്കന്മാർ വന്നിരുന്നാൽ, സ്തോത്രം, പിതാക്കന്മാർ വന്നിരുന്നാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല നോക്കുന്നത്, അവരെ സ്വർഗത്തെ നോക്കുന്നത്. അവർ പറയുന്ന ഒറ്റ വാക്യം അങ്ങോട്ട് എടുത്ത് വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുമല്ലോ. ഒന്നോ രണ്ടോ പേർ എവിടെ കൂടുന്നു അവരുടെ മധ്യേ ആര് വരും? കർത്താവ് ഇറങ്ങി വരും. സ്തോത്രം. ചിലവര് പുറത്ത് വിശുദ്ധിയുള്ളത് ഇടും, അകത്ത് വിശുദ്ധിയില്ല. അതൊന്നും അല്ല ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ട ഉള്ള വേണ്ട അങ്ങോട്ട് പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ട് ഏൽപ്പിച്ചുകൊണ്ട്. കർത്താവേ, ഞാൻ ഇരിക്കുന്ന ദൈവസന്നിധി ഇന്ന് പകൽ ഞാൻ എന്ത് ചെയ്യും? ആരെയും പ്രാപിക്കും? ദൈവത്തിന് പ്രാപിക്കും. എനിക്ക് അവരെ ആരാധിക്കുന്നു, ഇവരാരാധിക്കുന്നു, അവരങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നല്ല എന്റെ വിഷയം. എന്റെ വിഷയം എനിക്ക് ദൈവത്തെ ആരാധിക്കണം. ഈ കാഴ്ചപ്പാടാ സഭയ്ക്കകത്ത് വന്നാൽ. അവര് ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അവര് റൂമിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരാ കാഴ്ചപ്പാടാ. സ്വന്തം അമ്മാമ്മ പ്രാർത്ഥിക്കുമ്പോൾ അമ്മാമ്മയുടെ കാഴ്ചപ്പാട് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ഭർത്താവ് പ്രാർത്ഥനയ്ക്ക് വന്നാൽ
വന്നു, മക്കൾ വാർത്തയ്ക്ക് വന്നു, മരുമക്കൾ വാർത്തയ്ക്ക് വന്നു, അതൊന്നും അവരുടെ വിഷയമല്ല. അവർ ദൈവമായിട്ടുള്ള ബന്ധം കൂട്ടുമോ? അങ്ങനെ ഓരോരുത്തരും മക്കളിരിക്കുന്ന അപ്പനോ വന്നോ അതൊന്നും അല്ല അവരെ നോക്കുന്നത്. അവരേറ്റവും അത് ആ പ്രാർത്ഥനയുടെ അകത്തോട്ട് ഒരുത്തൻ എന്ത് ചെയ്യാൻ പറ്റില്ല, എത്തി നോക്കാൻ പറ്റത്തില്ല. ഒരുത്തൻ പറഞ്ഞാൽ പിശാചിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എത്തി നോക്കാൻ പറ്റത്തില്ല. തിരിച്ചു പോകും. തീരാ നിൽക്കുന്നത്, ആത്മാവിലാ നിൽക്കുന്നത്, ആത്മാവിലാ നിൽക്കുന്നത്. സ്വന്തം നമ്മൾ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ ഉദാഹരണം പറയാറുണ്ട്. ഇതുവാ സ്വന്തം ശത്രുക്കൾ അപോലെയോ അവരെ തീയിലെറിഞ്ഞപ്പോ തീയിലെറിയാൻ പോകുമ്പോഴും അവർക്ക് എന്തില്ല, പേടിയില്ല. അവർ പറഞ്ഞ് എനിക്കത് അത് ഞാൻ എത്ര പ്രസംഗിച്ചാലും എനിക്ക് തീരത്തില്ല, എത്ര വാക്ക് പറഞ്ഞാലും തീരത്തില്ല. കാര്യം എന്തോ അവര് പറയുക, ഞങ്ങളുടെ പിതാക്കന്മാർ എന്നെ പഠിപ്പിച്ചു. ആ പിതാക്കന്മാർക്ക് വില കൊടുക്കണം. കാര്യം എന്തോ അവർ മക്കളെ വളർത്തേണ്ട രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞേ ആ ദൈവം വിടിവിക്കത്തില്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ ദൈവത്തെ മാത്രമേ ഞങ്ങൾ നമസ്കരിക്കുന്നുള്ളൂ, ആ ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ. അതിനകത്ത് ആമേൻ നെഹെമ്യാവ് രാജാവിനെ ആരാധിച്ചാൽ ആമേൻ അത് പണം കിട്ടും, പ്രസിദ്ധി കിട്ടും, ജോലി കിട്ടും, വസ്ത്രം ധരിക്കും, വലിയ ആഡംബരത്തിൽ ജീവിക്കാം, അധികാരമുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് ആമേൻ ഞങ്ങളുടെ പിതാക്കന്മാരെ സേവിച്ച് യഹോവയെ ദൈവത്തെ കാഴ്ചപ്പാട് പോകുന്നത്. അവർക്ക് തീയൊന്നുമല്ല വിഷയം, മരണമൊന്നുമല്ല വിഷയം. അവരെ അതിനകത്തുകൊണ്ട് കിട്ടും, അതിനകത്തുകൊണ്ട് ഇട്ടു. അതിനെ അവരെ തൊടാൻ പറ്റിയോ? തൊടാൻ പറ്റിയോ? അതുകൊണ്ട് എന്തുവാ നെഹെമ്യാവ് രാജാവ് അന്ന് മുതൽ ഒരു വിളംബരം ചെയ്തു, ജീവിക്കുന്ന ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് യഹോവയായ ദൈവം. അതെന്തുകൊണ്ടാ? ദൈവമക്കൾ അത് ജീവിച്ചു കാണിച്ചു. ഇന്ന് പുതിയ ദൈവസഭയ്ക്കകത്തിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ജീവിതം കൊണ്ട് ജീവിക്കണം. ജീവിച്ചാൽ മാത്രമേ മറ്റൊരുവൻ വരത്തുള്ളൂ. കുടുംബത്തിനകത്ത് ആത്മീയ ദൈവത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ കുടുംബത്തിനകത്ത് മറ്റൊരുവൻ രക്ഷിക്കപ്പെടാത്തവൻ രക്ഷിക്കപ്പെടും. അവൻ ദൈവത്തിന് വില കൊടുക്കും, അവൻ കടന്നു വരും. ഇന്നല്ലെങ്കിൽ നാളെ അവനെ ദൈവം കൊണ്ടുവന്നിരിക്കും. അതിന് ഒരു മാറ്റവുമില്ല. നമ്മുടെ പ്രാർത്ഥന ജീവിതം ചെയ്യണം, നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കണം, സാക്ഷ്യം കാണിക്കണം. നമ്മുടെ ഭവനത്തിൽ നിന്നായിരിക്കണം ആദ്യം സാക്ഷി ഉണ്ടാവും. അല്പം മാറി മാറി തോന്നുന്ന രീതിയിലല്ല. പൂർണ്ണ ദൈവത്തോട് ദൈവത്തിന് വില കൊടുത്തുകൊണ്ട് ഇറങ്ങുന്നെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം കണ്ടെത്തിക്കണം, മറ്റേ സാക്ഷി വരണം. നമുക്കന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ കൂടുതലന്ന് പറച്ചിലല്ലയോ? നമ്മൾ പറച്ചിലുള്ളവനെ ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടത് എന്തുവാ? പ്രവൃത്തിയുള്ളവനാണ്. ദൈവം പറയാം, നീ മാർത്തിര് ദൈവം നിനക്ക് മറുപടി തരും. ഇന്നത്തെ പ്രാർത്ഥനയില് ആ പഴയ പിതാക്കന്മാരിരുന്ന് കണ്ണുനീരൊഴുക്കിയത് പോലെ ദൈവമായിട്ട് ആഴമായിട്ട് ബന്ധം പല ദൈവമക്കൾക്കും ഇന്നില്ല. ഇന്ന് പല ചിന്തകളിലാണ് വില കൊടുക്കുന്നത്, ആലോചനകൾക്കാണ് വില കൊടുക്കുന്നത്. അതുകൊണ്ട് പല നന്മകളും അനുഗ്രഹങ്ങളും അന്നത്തെ പിതാക്കന്മാർ പ്രാപിച്ചതുപോലെ പ്രാപിക്കാൻ. അന്നത്തെ പിതാക്കന്മാർ ഒരു വലിയ കാഴ്ചയുണ്ട്. അവരുടെ മക്കളുടെ ഭാവിയും അവരുടെ മക്കളുടെ സമ്പത്തോ അല്ലെങ്കിൽ അവരുടെ സമ്പത്തിനോ അല്ല അവര് വില കൊടുക്കുന്നത്. അവർ വില കൊടുക്കുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിന്. ബാക്കിയുള്ളതല്ല ആര് കൊടുത്തോളൂ? ദൈവം കൊടുത്തോളൂ. അബ്രഹാം പിതാവിനോട് പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു. അബ്രഹാം പിതാവ് ഇറങ്ങി തിരിച്ചു. അബ്രഹാം പിതാവ് വലിയ ധനവാനാണെന്ന് പറയുന്നത്. പക്ഷേ ഒരു ധനവാനായിട്ട് പോലും അബ്രഹാം പിതാവ് ഒരിക്കലും ആ ധനത്തോടൊന്നില്ല ഒരു സ്നേഹം. കെട്ടുറപ്പുള്ള വീട് പണിത് വീടിനകത്ത് പട്ടണത്തിനകത്ത് താമസിച്ചുകൊണ്ടിരുന്ന അബ്രഹാം പിതാവിനോട് ദൈവം പറഞ്ഞു, ഇറങ്ങാൻ പറഞ്ഞു. ആ കെട്ടുറപ്പുള്ള വീടിനകത്ത് താമസിച്ചതിന്റെ കാട്ടി ഇരട്ടിയായി സ്വത്തും പണവും കൊടുത്ത്. പിന്നെ അബ്രഹാം പിതാവ് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഒരു ഭവനം പണിതിട്ടില്ല. കൂടാരം മാറ്റി കഴിച്ചുകൊണ്ടിരുന്നു. ദൈവം പറയുന്ന സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുക, കിട്ടിയ സമ്പത്ത് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അല്ലാതെ ഞാൻ ഇവിടെ സ്ഥിരമാണെന്ന് ഒരു ചിന്തയില്ല. കാര്യം എന്തോ, കർത്താവ് ദൈവത്തെ രുചിച്ചറിഞ്ഞപ്പോൾ അബ്രഹാം പിതാവ് മനസ്സിലായി, ഈ ഭവനമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ശാശ്വതമായ ഒരു ഭവനമാണ് വേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ലാസർ മരിച്ച് 6 മണി പോയിരുന്നു, അബ്രഹാമിന്റെ മണി പോയിരുന്നു. സ്തോത്രം പറഞ്ഞെന്തുവാ? അന്ന് പുള്ളിക്കാരൻ തീരുമാനിച്ചു, എന്തുവാ ഇനി ഇതല്ല വേണ്ടത്, ഇനി എന്ത് വേണ്ടത്? ഇതെല്ലാം വന്നോണ്ട് ഇതെല്ലാം അനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവിനെ കണ്ടിറങ്ങി വന്നവരെ ഒരിക്കലും കർത്താവ് പട്ടിണി കിടത്തില്ല, വസ്ത്രമില്ലാതിരിക്കത്തില്ല, ഭവനമില്ലാതിരിക്കത്തില്ല, ജോലി ഇല്ലാതിരിക്കത്തില്ല, സമ്പത്തില്ലാതിരിക്കുക. ഇതെല്ലാം കർത്താവ് തരും. പക്ഷെ നമ്മളെ ലക്ഷ്യം ആർക്ക് വേണ്ടിയാ? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുക, ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുക. ഇന്ന് ശ്രദ്ധയില്ലാത്ത പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. സ്വന്തം പല ദൈവത്തിനകത്ത് പഠിക്കുമ്പോഴും യാക്കോബിന്റെ പ്രാർത്ഥന ദൈവം വെളിപ്പെടുത്തി തരുന്നു. യാക്കോബിന്റെ പ്രാർത്ഥന നമ്മൾ ഓർക്കും, യാക്കോബിന്റെ പിതാവ് ഇസ്ഹാക്കിന് ഏറ്റവും ഇഷ്ടം യാക്കോബിനെയല്ല,
ഏഷ്യാവിനെയാണ് മൂത്ത മകനോടായിരുന്നു. കാര്യം പിതാവ് ആഗ്രഹിക്കുന്നത് ആര് ചെയ്യുമായിരുന്നു? മൂത്ത മകൻ ചെയ്യുമായിരുന്നു. മൂത്ത മകൻ ചെയ്യുമായിരുന്നു. പിതാവിന് ഇഷ്ടമുള്ളത് വേട്ടയിറച്ചിയായിരുന്നു, രുചിയേറിയ ആഹാരമായിരുന്നു. ഇതെല്ലാം ആര് കൊണ്ട് കൊടുക്കുമായിരുന്നു? യേശുവാവ് പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് അത് പാകം ചെയ്ത് അനുഗ്രഹപ്പെട്ട് അവന് പിതാവിന് ഇഷ്ടമുള്ളതെല്ലാം എന്ത് ചെയ്യും? ആര് കൊണ്ട് കൊടുക്കും? യേശുവാവ് മൂത്ത മകൻ ചെയ്യും. അതുകൊണ്ട് മൂത്ത മോനോട് ഭയങ്കര സ്നേഹം. പക്ഷെ ഇളയ മകനായ യാക്കോബിന് എന്നോട് ഭയങ്കര ഇഷ്ടം അവന്റെ അമ്മയ്ക്ക്. കാര്യമല്ലോ, അവൻ പറയുന്ന രീതിയിൽ വീടിന് പുറത്തു പോവാതെ അമ്മ പറയുന്ന അനുസരിച്ച് വീടിനകത്ത് എന്തുവാ കളച്ചോറ് വടിച്ച് സുഖിച്ചിരിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ ദൂത് കിടക്കുന്ന ആകമയില്ലാതെ യാക്കോബിന്റെ കയ്യിൽ അതിനകത്ത് വിലയുണ്ട്. നമുക്കറിയാം, യെശയ്യാവ് ക്ഷീണിച്ച് സ്വന്തം പ്രയാസപ്പെട്ട് ക്ഷീണമെല്ലാം അനുഭവിച്ച് വേട്ടക്കെല്ലാം പോയിട്ട് തിരിച്ച് വരുമ്പോൾ പുള്ളിക്കാരൻ നല്ല വിഷമം. സ്തോത്രം. അപ്പോഴൊരുത്തൻ അവിടെ ചുമന്ന പായസമെല്ലാം വെച്ച് പയർ പായസമെല്ലാം വെച്ച് ഇരിക്കുക. പായസമെല്ലാം കണ്ടപ്പോഴേ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? നാവിനകത്ത് വെള്ളമാണ്. സ്തോത്രം. അവൻ എന്നിട്ട് അനിയനോട് പറഞ്ഞു, ആ പായസം എനിക്ക് താ. സ്തോത്രം. അനിയനോട് പറഞ്ഞു, തരാം, ജ്യേഷ്ഠാവകാശം എനിക്ക് തരാം, ജ്യേഷ്ഠാവകാശം എനിക്ക് തരാമെങ്കിൽ ആരും തരാം, പായസം തരാം. പുള്ളിക്കാരുടെ അടുത്ത് വന്ന് വിശപ്പിന്റെ മുന്നിലാണ് ജ്യേഷ്ഠാവകാശം, നീ എടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു നമ്മുടെ പാപങ്ങളെ വഹിച്ചു, നമ്മുടെ പാപത്തെ കണ്ടു, പാപത്തെ വഹിച്ചു. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാകുന്ന കർത്താവ് കണ്ടു, തെരഞ്ഞെടുത്ത് വിളിച്ചു, നമ്മളെ ശുദ്ധീകരിച്ച നമ്മുടെ ശുദ്ധീകരണവും അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സ്ഥാനമാനങ്ങളും മറന്ന് പലപ്പോഴും നമ്മൾ ലോകത്തിന്റെ പിന്നാലെ പാടും. ഇതേപോലെ ആരെ മാക്കും? ജ്യേഷ്ഠാവകാശം കുഞ്ഞുങ്ങളേത് അവകാശമല്ല, ജ്യേഷ്ഠാവകാശം പ്രാധാന്യമുള്ളതാണ്. ആ പ്രാധാന്യപ്പെട്ട അവകാശത്തെ ആര് കളഞ്ഞു? യേശയ്യാവിന് അവസരം ഉണ്ടായിരുന്നു. ആരും ജനിച്ചപ്പോഴേ യാക്കോബിനെയാണ് ദൈവം വിളിക്കുന്നതെന്നല്ല. യേശയ്യാവിന് അവസരം ഉണ്ടായിരുന്നു. യേശുവിന് പറയുക, എന്റെ ജ്യേഷ്ഠാവകാശം ഞാൻ തരത്തില്ല, അത് പ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ സ്തോത്രം അവിടെ പറഞ്ഞില്ല. യാക്കോബിനറിയാം ഇവന് കൊടുത്തിരിക്കുന്ന അവകാശം അല്ലെങ്കിൽ ഇവന് കൊടുത്തിരിക്കുന്ന സ്ഥാനമാനമൊന്നും സ്തോത്രം ഇവനെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. യാക്കോബ് ചോദിച്ചു, അവൻ കൊടുത്ത് ഒരു നേരം ആഹാരത്തിന് വേണ്ടി. ഓർക്കുക, ഇതേപോലെ നമ്മൾ പാപം ചെയ്യുന്നത് ഒരു നേരം സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടിയാണ്. മുന്നോട്ടുള്ള പല സന്തോഷങ്ങളും സമാധാനവും നമ്മൾ ഇല്ലാതാക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവമക്കൾക്ക് എപ്പോഴും ഉവ് അല്ലെങ്കിൽ ഇല്ല, രണ്ട് തീരുമാനമേ ഉണ്ടാവും. അല്ലാതെ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത തീരുമാനമാവല്ലേ. താല്പര്യമുണ്ടോ? ദൈവവചന പ്രകാരം ജീവിക്കുന്ന വ്യവസ്ഥ അനുസരിച്ചുള്ളതാണോ? ഇല്ലെങ്കിൽ ഞാനില്ല, സോറി, എന്നോടൊന്നും തോന്നുന്നില്ല, ഞാനില്ല. പറയാനുള്ള കഴിവ് ആർക്കുണ്ടാവും? ദൈവമക്കൾക്കുണ്ടാവും. യാക്കോബിന്റെ ക്വാളിറ്റി അവിടുന്ന് തുടങ്ങും. ജ്യേഷ്ഠാവകാശമാണ്. എന്തുവാ? ഒരു നേരം ആഹാരം കൊടുത്തപ്പോൾ ഞാൻ ജ്യേഷ്ഠാവകാശം വിറ്റു. ഇന്ന് പല ദൈവമക്കളെ ദൈവം വിളിച്ച് വേർതിരിച്ചിട്ട്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രസംഗമെല്ലാം ഉണ്ട്, പക്ഷെ ആരുമായിട്ടില്ല. പ്രസംഗിക്കാനല്ല ദൈവം നിന്നെ വിളിച്ച്, ജീവിക്കാനാണ് വിളിച്ചത്. സാക്ഷിയോടെ ദൈവത്തിന്റെ ഒരു സാക്ഷിയായി തീരുമാനം ദൈവം വിളിച്ചത്, അല്ലാതെ പ്രസംഗിക്കുവാനല്ല വിളിച്ചത്. പ്രസംഗം മാത്രമല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടത് എന്തുവാ? ദൈവിക ജീവിതമാവേണ്ട, ദൈവവചന പ്രകാരമുള്ള ജീവിതമാവേണ്ട. സ്തോത്രം. അടുത്തത്, യേശയ്യാവിന്റെ അനുഗ്രഹം ഇസ്ഹാക്കിനെ കബളിപ്പിച്ചു. ആര് വേണ്ടി? യാക്കോബ് വേണ്ടി. യാക്കോബിന്റെ അമ്മ അതിനെല്ലാം കൊണ്ടുപോയി. യാക്കോബ് അപ്പോഴും പറഞ്ഞു, ഇല്ല പോത്തില്ലെന്നെല്ലാം പറഞ്ഞു. പക്ഷെ അമ്മയുടെ ഇഷ്ടപ്രകാരം എന്തുപോയി? യാക്കോബ് അത് ചെയ്തു. അനുഗ്രഹം പ്രാപിച്ചു. പിതാവിന്റെ അനുഗ്രഹം പ്രാപിച്ചു. കബളിപ്പിച്ച് മേടിച്ചതുകൊണ്ട് ഓടിച്ചു. അവിടെ ഇരുത്തിയില്ല, അവിടുന്ന് ഇറങ്ങി പോയി. ആരെ പേടിച്ച്? യേശയ്യാവിനെ പേടിച്ച്. നമുക്ക് നോക്കാം, യേശയ്യാവിന്റെ അനുഗ്രഹം വീണ്ടും തടസ്സപ്പെടാൻ കാരണവും കാര്യമുണ്ടോ? അന്ന് ഇസ്രായേൽ ദൈവത്തിന്റെ ജനം അല്ലെങ്കിൽ യഹൂദൻ ആരുമാട്ട വിവാഹം കഴിക്കേണ്ടെന്ന് ആര് കാണിച്ചു കൊടുക്കുന്നുണ്ട്? ദൈവവചനത്തിനകത്ത് പറഞ്ഞു. അല്ലാതെ മറ്റുള്ള സ്ത്രീകളെ നീ വിവാഹം ചെയ്യരുത്. ഇവന്റെ അനുഗ്രഹം നഷ്ടമായെന്ന് അറിഞ്ഞപ്പോൾ യേശയ്യാവ് നേരെ പോയി എന്ത് ചെയ്തു? അപ്പന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അപ്പന്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ആര് ചെയ്തു? അവൻ ഒരിക്കലും എന്തില്ല, അനുഗ്രഹത്തിന് യോഗ്യനല്ല. കാര്യം ആദ്യം ആഹാരത്തിന് വേണ്ടി ദേശാവകാശം വിറ്റു. രണ്ടാമത്
അവൻ അനുഗ്രഹം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? അവന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ അവകാശം, ദൈവത്തിന്റെ വിളി തിരഞ്ഞെടുപ്പ് എന്ത് ചെയ്തു? അവൻ ഇല്ലാതാക്കി. അപ്പൊ ആർക്കാ കിട്ടുന്നത്? യാക്കോബ്. യാക്കോബ് ഒരിക്കലും എന്ത് ചെയ്തില്ല? ഇതൊന്നും നഷ്ടമാക്കിയില്ല, ഇതെല്ലാം കൂട്ടി വെച്ച്. അടുത്തത് യാക്കോബ് പോയി കബളിപ്പിച്ചത് കൊണ്ട് യാക്കോബ് അനുഭവിക്കാത്ത വിഷയം അനുഭവിച്ച് എല്ലാം അനുഭവിച്ചു. അമ്മായിപ്പൻ എന്ത് ചെയ്തു? കബളിപ്പിച്ചു. ഒരു വട്ടമല്ല, സ്തോത്രം. അവൻ ഒരു വട്ടം ഇവിടെ കബളിപ്പിച്ചതെങ്കിൽ അവിടെ അവൻ ഒരുപാട് വട്ടം ചെയ്തു കബളിക്കപ്പെട്ടു. അമ്മായിപ്പന്റെ അടിമയായിട്ട് കിടന്നു. സ്തോത്രം. പുറത്തു വരുന്ന ദൈവത്തിന്റെ സമയമായപ്പോ ദൈവം ചെയ്തു, അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് അവൻ അനുഭവിക്കുന്നതെല്ലാം കഴിഞ്ഞപ്പോൾ ദൂതിലേക്ക് ആര് വിളിച്ചോണ്ട് വരുവാ? കർത്താവ് വിളിച്ചോണ്ട് വരും. ഇന്ന് പ്രിയ മക്കളെ, അതേ തന്നെ നമ്മുടെ ജീവിതത്തിനകത്തുള്ളത്. നമ്മുടെ ദൈവസന്നിധി വന്നിട്ട് ചില ശോധനകൾ, പ്രതികൂലങ്ങളെല്ലാം വരുന്നത് നമ്മളെ ചില എഴുത്തിയാട്ടമുണ്ട്, നമ്മുടെ സംസാരമുണ്ട്, നമ്മളെ പ്രവൃത്തിയുണ്ട്, ദൈവത്തിന് ഇഷ്ടമില്ലാതെ. അപ്പോഴും ദൈവം ആ അനുഗ്രഹം അപ്പോഴും തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഇല്ലാതാക്കി കളയും. അനുഗ്രഹം തരാത്തത് കൊണ്ടാണ്. അനുഗ്രഹം തരാൻ താമസിക്കുന്ന അനുസരിച്ച് നല്ലതാണ് ദൈവദാസന്മാരും പാസ്റ്റർമാരെല്ലാം എപ്പോഴും പ്രസംഗിക്കുന്നതിന്റെ കാര്യം എന്തുവാ? അനുഗ്രഹം നല്ലതാന്ന് പറയുന്നത് എന്തുവാ? അനുഗ്രഹം തരേണ്ട സമയമാകുമ്പോ നീ ഒരുക്കപ്പെടും. അപ്പോഴും നീ കഴിഞ്ഞ നാളുകളിൽ പ്രാപിക്കേണ്ടത് ഇരട്ടിയായിട്ട് പ്രാപിക്കും. നീ അത് കൊണ്ടുപോകേണ്ട രീതി എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോകാനുള്ള കഴിവും ആർക്ക് ലഭിക്കും? നമുക്ക് ലഭിക്കും. കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മൾ പൊരുതുക, സഭ പൊരുതിക്കൊണ്ടിരിക്കുക. എന്തുവാ? നീതിയോടെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം. കണ്ണടയ്ക്കുവാണെങ്കിൽ ശരിക്കും ആൾ വരും. കണ്ണടയ്ക്കുവാണെങ്കിൽ ഹോളായതിന്, കണ്ണടയ്ക്കുവാണെങ്കിൽ പല കാര്യങ്ങളും നേടിയതിന്, തുടക്കം മുതൽ കണ്ണടച്ചുകൊണ്ടിരിക്കുവാൻ പല കാര്യവും നേടിയതിന്, സമൃദ്ധി കിട്ടിയത്. ഇന്ന് ഞാൻ ഓർക്കോ ദൈവമക്കളെ, സമൃദ്ധിയായിട്ട് കണ്ണടച്ച് ഓടിയ പല ദൈവദാസന്മാരും ഇന്ന് വട്ടപൂജയായി. സഭയുണ്ട്, സമ്പത്തുണ്ട്. ഇന്ന് പഴയ പോലുള്ള മീറ്റിംഗ് ഒന്നും ഇല്ല. മീറ്റിംഗ് എല്ലാം അവർ കട്ടാക്കിക്കൊണ്ടിരിക്കും. അവരെ വേണ്ട. അതിനെന്തുവാ? പണമുണ്ട്, സമ്പത്തെല്ലാം ഉണ്ട്. പക്ഷേ അവര് പലതും കണ്ണടച്ച് ഓടാൻ തുടങ്ങിയപ്പോ ദൈവത്തിന് സമയമുണ്ട്. ദൈവം ഒരു സമയമായപ്പോ എന്ത് ചെയ്തു? സ്റ്റോപ്പാക്കാൻ. ഇന്ന് പല ദൈവദാസന്മാരുടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സ്തോത്രം വലിയ ചരിത്രങ്ങൾ അന്വേഷിച്ചു. ഇന്ന് മീറ്റിംഗ് ഒന്നുമില്ല. അവരുടെ സഭയ്ക്കകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും. മറ്റേ അതല്ല, ഒരു ദിവസം പോലും രക്ഷയില്ലാതെ ഓടിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ ഇന്നുമില്ല. അവരുടെ സഭയ്ക്കകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി തിരിഞ്ഞു എല്ലാം ഓടിക്കൊണ്ടിരിക്കും. കാര്യമുള്ളൂ. ഇതിനെല്ലാം ഒരു സമയമുണ്ട്. ഇത് ആര് തന്നതാണ്? ദൈവം തന്നതാണ്. ഇത് ദൈവം ചോദ്യം ചെയ്തൊരു ദിവസം ഇനിയുണ്ട്. കർത്താവ് പറഞ്ഞു, കർത്താവ് വരുമ്പോഴ് ചേർക്കാവുന്നവരെല്ലാം അങ്ങ് ചേർക്കും. പിന്നെ അങ്ങോട്ട് വന്നിട്ട് ഇവര് അങ്ങോട്ട് മുട്ടും. കർത്താവെ ഒന്ന് തുറന്നുകാന്ന് പറയും. കർത്താവ് പറയും, ഞാൻ നിന്നെ അറിയുന്നില്ലെന്നോ, കർത്താവെ എന്നെ അറിയുന്നില്ലെന്നോ, ഞാൻ എത്ര പേരെ സൗഖ്യമാക്കി അങ്ങയുടെ നാമത്തിൽ, എത്ര പേരെ എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്, എത്ര പേരെ എന്നെ സ്നാനപ്പെടുത്തിയത്, എന്നിട്ട് എന്നെ അറിയുന്നു. നീ സ്നാനപ്പെടുത്തിയവരെല്ലാം വിളിക്കൊണ്ട്, പക്ഷെ നിന്നെ അറിയുന്നു എന്ന് പറയുന്ന ഒരു ദിവസം എന്ത് ചെയ്യും? ഉറപ്പിന് വരും. അത് ഫേസ് ചെയ്തേ പറ്റും. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഒരുപാട് സ്നാനപ്പെടുത്തണമെന്നൊന്നും എനിക്കില്ല. സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരും കാണണം, ഞാനും കാണണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എടുക്കപ്പെടുമ്പോൾ അവരും കാണണം, ഞാനും കാണണം. ഒന്നിച്ചു പോകണം. സ്വന്തം അല്ലാതെ എന്റെ സഭയോടെ കിടന്നോട്ട്, എന്റെ ദൈവമക്കളോട് കിടന്നോട്ട് എനിക്ക് പോയാൽ മതിയാ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് നമ്മളില്ല. പോവാണെങ്കിൽ എല്ലാവരോടും ഒന്നിച്ചു പോകണം. സ്തോത്രം. അതാണ് ഭാഗ്യം, അല്ലയോ? സഭ എടുക്കപ്പെടും. അല്ലെങ്കിൽ പിന്നെ സഭ എന്തുവാ സ്നേഹിച്ചിട്ടുള്ളത്? സഭയിൽ കൂടപ്പുറപ്പ സഹോദരനെല്ലാം പറഞ്ഞ് എന്തുവാ സ്നേഹിച്ചിട്ടുള്ളത്? അപ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? കപടമാ കാണിച്ചത്. സ്നേഹിച്ചിട്ടില്ല. സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാനും എന്റെ കുടുംബം പോന്നെങ്കിൽ എന്റെ സഭ മുഴുവൻ എന്ത് ചെയ്യണം? എന്നോടൊപ്പം ഉണ്ടാവും. സ്തോത്രം. അങ്ങനെ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി ഓടുന്ന ഒരു വ്യക്തിയാണ് യാക്കോബ്. സ്തോത്രം. എല്ലാം കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞു കേറിക്കോളാൻ പറഞ്ഞു, ഇവിടുന്ന് കേറിക്കോളാൻ പറഞ്ഞു. അതേ പറഞ്ഞേ, ദൂതി കിടക്കുന്നവനെ കഷ്ടപ്പാടുകൾ ലിമിറ്റ്. ആ ലിമിറ്റ് കഴിയുമ്പോഴും കഷ്ടപ്പാട് അവന്റെ ജീവിതത്തിൽ നിന്ന് ആരെടുത്ത് മാറ്റും? ഏറ്റവും വലിയ ഉദാഹരണമാണ് യാക്കോബ്. ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിനാണ് 9-ാം വാക്യം മുതൽ ഒന്ന് വായിക്കും. യാക്കോബിന്റെ പ്രാർത്ഥന തുടങ്ങും. യാക്കോബ് ദൂതിലേക്ക് വരാൻ പോകും. ദൂത് അമ്മായിപ്പന് അടിമയായി കിടക്കുന്ന അവസ്ഥയെല്ലാം മാറി. യാക്കോബ് അങ്ങോട്ട് ഒറ്റയ്ക്കാ പോയത്. പക്ഷെ ഇങ്ങോട്ടൊരു വലിയ കൂട്ടമാക്കാൻ വരുന്നത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സമ്പാദ്യം, നന്മകൾ, അനുഗ്രഹങ്ങൾ ആർക്ക് കൊടുത്തിട്ടുണ്ട്? യാക്കോബിന് കൊടുത്തിട്ടുണ്ട്. യാക്കോബ് വരുവോ? അനുഗ്രഹത്തോട് വരുവോ? പക്ഷേ യാക്കോബിനൊരു പേടി. എവിടോട്ടാ വരേണ്ടത്?
യെശയ്യാവിന്റെ അടുത്തോട്ടാ വരേണ്ടത്. യെശയ്യാവ് എന്തെങ്കിലും ചെയ്യുമോ? അങ്ങ് ഒളിച്ചോടിയതാ. സ്വന്തം ദൈവം കൂടെ ഉണ്ടെങ്കിൽ പ്രിയ ദൈവമേ, ഒരു കാര്യം പറയുക, നിന്റെ മേൽ ഒരു ശത്രുവിന്, നിന്നെ കൊല്ലുമെന്ന് പറയുന്ന ഒരു ശത്രുവിന് പോലും നിന്നെ തൊടാൻ പറ്റത്തില്ല. ആര് കൂടെ വേണം? ദൈവം കൂടെ വേണം. എന്ന് പകരം ഓർത്തോണം, എന്റെ എല്ലാ പ്രവൃത്തിക്കാരും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രുവിനോ ഒരു ആചാരത്തിനോ ഒരു വ്യക്തിക്കോ അവരുടെ ബുദ്ധിക്കോ അവരുടെ ചിന്തകൾക്കോ എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തൊടുവാൻ കഴിയത്തില്ല. അതിന് ഏറ്റവും വലിയ തെളിവായി. പക്ഷെ ഉള്ളി പേടിയോ ആർക്ക്? യാക്കോബ്. പക്ഷെ ദൈവത്തിന്റെ ദൂതനെ മറത്തുള്ള പരിപാടിയില്ല. ദൈവം പറഞ്ഞു പുറപ്പെടാൻ പറഞ്ഞു, അവിടെ വന്നത്, പുറപ്പെട്ടു വന്നത്. സ്തോത്രം. അപ്പൊ ഈ കഷ്ടപ്പെടുന്ന അമ്മായിപ്പന് അടിമയായി കഷ്ടപ്പെട്ടതിന് അവസാനമാണ്. ഇനി നന്മ കൊടുക്കാൻ പോവുകയോ ദൈവം, നീ അമ്മായിപ്പന് നീ അടിമയാവണ്ട. ഇന്ന് പ്രിയ മക്കളെ, പല വിഷയത്തിനകത്ത് നീ ഭാരപ്പെട്ട് അടിമപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പല വിഷയത്തിനകത്ത് നിന്ദിക്കപ്പെട്ടും പരിഹസപ്പെട്ട് കിടക്കുന്നെങ്കിൽ, നിന്റെ ബന്ധുക്കൾ, സ്വന്തക്കാർ, നിന്റെ ദേശനിവാസികൾ നിന്നെ നോക്കി അപമാനിക്കുന്നുണ്ടെങ്കിൽ, പരിഹസിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകരം ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിനകത്ത് ചില നിന്ന തീരാൻ പോവുക, ചില പരിഹാസങ്ങൾ തീരാൻ പോവുക, ചില അപമാനങ്ങൾ തീരാൻ പോവുക. നിന്റെ കുടുംബത്തെ വെല്ലുവിളിക്കുന്ന, നിന്റെ തലമുറയെ വെല്ലുവിളിക്കുന്ന, അപമാനിക്കുന്ന ചില അപമാനത്തിന്റെ വാക്കിന്റെ അവസാനമാകാൻ പോവുക. ഇന്ന് ഭാരതത്തിന്റെ അവസാനത്തെ ദിവസമാണ്, അവസാനത്തെ ദൈവം തീർക്കാൻ പോവുക. ഇന്ന് മുതലേ ആൾ മാറാൻ പോവുക, ഇന്ന് മുതലേ അവസ്ഥ മാറാൻ പോവുക, ഇന്ന് മുതലേ കുടുംബത്തിന്റെ അവസ്ഥ മാറാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദത്തിനോട് സംസാരിക്കാൻ പോവുക. എന്റെ അവസ്ഥ മാറി. ദൈവം നിന്റെ കുടുംബത്തിൽ അനുഗ്രഹിക്കാൻ പോവുക, വാർത്തകൾ നടക്കാൻ പോവുക, ഊന്നുകൾ നടക്കാൻ പോവുക, അത്ഭുതങ്ങൾ നടക്കാൻ പോവുക, അനുഗ്രഹങ്ങൾ നടക്കാൻ പോവുക. ഇന്ന് വിശ്വാസത്തെ വാക്കിലോ ഇന്ന് പകരനിക്ക് ഒരു വിടുതലുണ്ട്. ഇന്ന് പകരന്റെ കുടുംബത്തിന് വിടുതലുണ്ട്. ഇന്ന് പകരന്റെ കുടുംബത്തിന് ഒരു അത്ഭുതമുണ്ട്. അത്ഭുതം പ്രവർത്തിക്കുന്ന യേശു ഇന്ന് പകരനിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്റെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്റെ കുടുംബത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ജോലിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്റെ സമ്പത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ആരോഗ്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ആയുസിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് യേശുവിന്റെ മറുപടി പറയുക. എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവം, എന്റെ പിതാവായ പുള്ളിയുടെ ദൈവം പുള്ളി ആദ്യം പറഞ്ഞില്ല. കാര്യം എന്തുവാ? ആദ്യം ഭക്തന്മാരുടെ പേരൊക്കെ ആദ്യം പുള്ളിക്കാരൻ ആദ്യം കർത്താവിനെ എന്ത് ചെയ്യുക? ദൈവത്തെ സൂക്ഷിക്കുക. എന്ത് പറയുക? എന്റെ അബ്രഹാമിന്റെ പിതാവ്. ഇന്നലെ അബ്രഹാമിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞ എന്തുവാ? അബ്രഹാമും ദൈവമാണ് അത്രയ്ക്ക് ബന്ധം. രണ്ട്, അവന്റെ പിതാവായി പറയുക ഇസ്ഹാക്കിന്റെ ദൈവം. ഇസ്ഹാക്കിന്റെ ദൈവം സമർപ്പിക്കുക. ഇന്ന് നമ്മൾ ഏൽപ്പിക്കുന്നത് എന്തുവാ? നമ്മുടെ യേശു വെച്ചാ അങ്ങയുടെ പാദത്തെ ഞാൻ ഏൽപ്പിക്കുക. ഞാൻ ഒന്നുമല്ല, ഞാൻ വട്ടപൂരിയോ എനിക്ക് ഒന്നുമില്ല. സ്തോത്രം. ദൈവം തന്നതല്ലാതെ സ്തോത്രം. ഈ വാക്കെല്ലാം യേശുവിന് ഭയങ്കര സൂചിക്കും. ആ യേശുവിന് ഭയങ്കര സന്തോഷം തോന്നും. നമ്മളെ ഈ ഉള്ളിൽ നിന്ന് തട്ടി അങ്ങോട്ട് പറയുമ്പോഴേ കുറച്ച്
മുമ്പേ ഞാൻ നല്ല കാണിച്ചാലും അവൻ എന്റെ സന്നിധി വരുമ്പോ എന്തുവാ താഴ്ത്തിയിരിക്കുന്നു, ഇവനെ ഞാൻ ഉയർത്തും. സ്തോത്രം. നമുക്ക് മനുഷ്യന് വേണ്ടി താഴ്ത്താൻ അറിയാം, പക്ഷെ ദൈവത്തിന് വേണ്ടി എന്തില്ല, താഴ്ത്താൻ അറിയണം. മനുഷ്യന് വേണ്ടിയല്ല നമ്മള് സ്തോത്രം. ചിലവർക്ക് സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടി മുഖമെല്ലാം വാട്ടിയെല്ലാം കാണും. നമുക്ക് ഭയങ്കര അഭിനയത്തിലേക്കോ ഭയങ്കരമായിട്ടുള്ള നമ്മള് പലർക്കും നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്തോത്രം. പക്ഷെ ദൈവത്തിന്റെ തന്നെ എന്ത് ചെയ്യുന്നില്ല, ഭയങ്കര നെഞ്ചിരിപ്പാണ്. സ്തോത്രം. താഴ്ത്തുന്നില്ല. ദൈവത്തിന് വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്താ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ദൈവം നമുക്ക് തരുന്നതല്ലാതെ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ദൈവം തരുന്നതുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവന്റെ ശ്വാസം തന്നെ ഒരു മേലോട്ട് വലിച്ച് താപ്പോട്ട് വരുന്ന ദൈവം തരുന്നത്. ഇത് നമ്മുടെ കഴിവാൻ ദൈവം തരുന്നത്. ഇത് നിലച്ചാൽ നമ്മൾ നിലച്ചു. സ്തോത്രം. ഇതെല്ലാം ആര് തരുന്ന, ദൈവം തരുന്ന. ശരീരത്തോടുന്ന രക്തം കട്ടയായി പോയാൽ തീർന്നു. ഓടുന്ന രക്തം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് ദൈവം തരുന്നതാണ്, നമ്മുടെ കഴിവല്ല, നമ്മുടെ കഴിവല്ല. ദൈവം തരുന്നതാണ്. പറയുക യാക്കോബ് പറയുന്നു, ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം. അടുത്തത് സ്വതം നിന്റെ ദേശത്തേക്ക് നിന്റെ ചാർച്ചക്കാരുടെ അടുത്തേക്ക് മടങ്ങി പോവാൻ കർത്താവ് കൽപ്പിച്ചത് കേട്ട് ഞാൻ പോവാം. എന്റെ ഇഷ്ടത്തിലല്ല പോകുന്നത്, എന്റെ ഇഷ്ടത്തിൽ എനിക്ക് പേടിയാണ് അവിടെ പോവാൻ. പക്ഷെ ദൈവം പറഞ്ഞതുകൊണ്ട് ഞാൻ പോവുക. കാര്യം ദൈവം നിന്നെ മാനിക്കാൻ അടിക്കുന്നിടത്ത് ദൈവം മാനിക്കും. നീ എവിടെല്ലാം നിന്ദിക്കപ്പെട്ടു, പരിഹസപ്പെട്ടു, അപമാനപ്പെട്ടു, നീ ഒന്നുമല്ലെന്ന് പറഞ്ഞെടുത്ത് ആര് മാനിക്കും? ക്രിസ്തു മാനിക്കും. സ്തോത്രം. അതിന്റെ ഏറ്റവും വലിയ സാക്ഷിയാണ് പാലക്കാട് ദേശത്ത് കർത്താവിന്റെ വേദനയായിട്ട് ഞാൻ ചെല്ലുമ്പോഴേ എന്നോട് ദൈവം പറഞ്ഞു, സ്തോത്രം, 10 കൊല്ലത്തിന് മേലോട് അവിടെ നിങ്ങൾ നിന്നു. ഭയങ്കര സന്തോഷമായി. ഇനി പാലക്കാട്ടുകാരനെ ആവത്തുള്ളൂ, കൊട്ടാരക്കരക്കാരനെ ആവത്തില്ലെന്ന് തീരുമാനിച്ചു. കൊല്ലം ജില്ലക്കാരനെ ആവത്തില്ലെന്ന് നിശ്ചയിച്ചു. 10 കൊല്ലം കഴിയുമ്പം സ്തോത്രം ഞാനൊരു പ്രാർത്ഥിക്കാൻ സ്തോത്രമാരെ നിൽക്കുമ്പോഴേ അവിടെ പാസ്റ്ററിന്റെ ഭാര്യ ദൂത് പറഞ്ഞു, നീ പോത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ പോക്കാൻ പോവാ. ഞാൻ പറഞ്ഞു ഇപ്പം പോയത് സ്തോത്രം ആലപിയ സ്തോത്രം. റാന്നിയിലെ ഒരു ഭവനത്തിനകത്ത് സ്തോത്രം ഒരു പാസ്റ്ററുടെ ഭവനത്തിനകത്ത് പാസ്റ്ററെ ഞാൻ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ വൈഫ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് ദൂത് പറയുക, എന്നോട് പറയുക, നീ സ്വന്തം നാട്ടിലേക്ക് പോകും. നീ പാലക്കാട് നിന്റെ നാടെന്നാണ് നീ ചിന്തിക്കുന്നത്, അല്ല നിന്നെ കൊട്ടാരം. സ്തോത്രം. പാലക്കാട് എത്രക്കാൾ ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കോ, ഇനി ഞാൻ ഒരിക്കലും എവിടെ വരത്തില്ല. നല്ല ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുക, നല്ല സംസ്ഥാനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. അവര് പറഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ കൊട്ടാരം. സ്തോത്രം. ഒരിക്കലും വരത്തില്ലെന്ന് പറഞ്ഞ ഞങ്ങൾ 2 മാസം കഴിഞ്ഞപ്പോ എന്തുവാ, കുഞ്ഞുങ്ങളെ സ്കൂളിന്റെ ഒരു ഇത് നോക്കാതാ വന്നേ, പകുതി ഏർപ്പെടാ വന്നേ, സ്കൂൾ പോലും അവരുടെ കളഞ്ഞിട്ടാ വന്നേ. ദൈവം പേരിച്ചു 12 കൊല്ലം കൊണ്ട് ഓടിക്കുക ഇല്ലയോ. അല്ലെങ്കിൽ ദൈവത്തിന് ഇനിയും ചിലത് പണിയാണ്. പണി കഴിയുമ്പോൾ ബാക്കിയുള്ള ദൈവത്തിന് സ്തോത്രം ദൈവം തരും. നമ്മൾ പിന്നെ സ്നേഹിക്കാൻ തുടങ്ങി. പിന്നെ പാലക്കാട് ജസ്റ്റ് ഒന്ന് കാണാൻ പോകാൻ പോലും പറ്റിയിട്ടില്ല. പലപ്പോഴും ഓർക്കുന്നുണ്ട്, പലരും എന്നെ വിളിക്കാറുണ്ട്, തിരിച്ചൊന്ന് വാ, ഒരു ദിവസമെങ്കിലും ഒന്ന് വാ. പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല, പോകാൻ പറ്റിയിട്ടില്ല. കാര്യം എന്തുവാ, ചില ദൈവം തന്നിട്ടേ അയക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ചിലത് തന്ന് അവർ കാണുന്ന രീതി സ്വപ്നൂന്ന് പോയിട്ട് അവരെന്തോ ആയെന്ന് പറയുമ്പോൾ അവർ കാണുന്ന രീതി ശത്രുക്കൾക്കാകെ മെഷൊരുക്കുന്ന ദൈവം ചിലത് കാണിച്ചിട്ടേ നമ്മളെ വിടത്തുള്ളൂ. അതുപോലെ നമുക്ക് ചില അനുഗ്രഹം ദൈവം തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, നീ ഏറ്റവും നിന്ദിക്കപ്പെട്ടതും പരിഹസപ്പെട്ടതും അപമാനപ്പെട്ടതും നിന്നെ തള്ളിക്കളഞ്ഞ ബന്ധുക്കളെ വേണ്ടിലും നാട്ടുകാരുടെ വേണ്ടിലും ചാർച്ചക്കാരുടെ വേണ്ടിലും ദൈവം നിന്നെ ഉയർത്തും. ആ ദൈവത്തെ ഞാൻ നീ വിളിക്കുന്നു. അല്ലാതെ സ്തോത്രം എന്നെ ഇവിടെ ഉയർത്താതെ എന്നെ കൊണ്ടൊന്ന് കോഴിക്കോട് ഉയർത്തിയിട്ട് കാര്യമുള്ളൂ. എന്നെ ഉയർത്തണമെങ്കിൽ ഇവിടെ ഉയർത്തണം, ഇവിടെ തുടങ്ങണം. ഇവിടെ ഉയർത്തുന്നത്, ഇവിടെ മാനിക്കേണ്ടത്. സ്തോത്രം. എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തിനകത്ത് കർത്താവ് പറയുന്നത് സ്വന്തം നാട്ടിലെ ഒരു പ്രവാചകൻ വിലയില്ലാത്ത, പക്ഷെ സ്വന്തം നാട്ടിൽ വില തരുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ദൈവം മാനിക്കും. സ്തോത്രം. ദൈവം മാനിക്കും. അപ്പോഴേ നമ്മൾ ഓർക്കല്ലോ, അയ്യോ എന്നെ കൈവിട്ടല്ലോ, നീ എവിടെല്ലാം പരിഹസിച്ചു അവിടെ എല്ലാം ദൈവം അനുഗ്രഹിക്കും. എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്, ഞാൻ ഈ പാലക്കാട് വായിക്കുന്ന ഇടയ്ക്ക് പല അവസ്ഥകൾ വന്നപ്പോൾ ദൈവം എന്നെ വിട്ടിട്ടില്ല. കാര്യം ഇനിയും വിടുന്നത് വേറെ ലെവൽ. സ്തോത്രം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. നിന്റെ കാത്തിരിപ്പിനെല്ലാം എന്തെങ്കിലും ഒരു മാർഗം. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്ത വചനത്തിലേക്ക് വരാനുള്ളതാണ്. സ്തോത്രം. എടുത്ത വചനത്തിലേക്ക് പോകേണ്ട ഒരു ആരംഭം ഇട്ടതാ. സ്തോത്രത്തിന്റെ ബാക്കി നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. സ്തോത്രം. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ചയുടെ ദൂതിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. ആ ഒരു വാക്യോട് ഒന്ന് വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഒന്നുകൂടെ ഒന്ന് ഫസ്റ്റ് മുതൽ വായിച്ചു 9-ാം വാക്യം മുതൽ. ഞാൻ
എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപപാത്രമത്രേ. സ്തോത്രം പറയുക. സ്വന്തം ദേശത്തിലേക്ക് പോകാൻ പറയുമ്പോൾ തന്നെ യാക്കോബ് പറഞ്ഞു, കർത്താവേ, നീ എന്നോട് നന്മ കാണിച്ചു, എല്ലാ അനുഗ്രഹവും എനിക്ക് തന്നു. സ്തോത്രം, ഞാൻ തൃപ്തനാണ്. പക്ഷെ അതിലല്ല ദൈവം തൃപ്തൻ. ദൈവം തൃപ്തനാണ് നീ വിട്ടേച്ച് വന്ന സ്ഥലത്ത് പോകാം, അവിടെ മാനിക്കണം. അപ്പോഴാണ് ആര് തൃപ്തപ്പെടുന്നത്? ദൈവം തൃപ്തപ്പെടുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓരോ കണ്ണുനീരും ആര് കാണുന്നുണ്ട്? കർത്താവ് കാണുന്നുണ്ട്, വില വെച്ചിട്ടുണ്ട്. ആ കണ്ണുനീരിനെല്ലാം മറുപടി ആര് തരും? ഇന്ന് പ്രിയ നിങ്ങളെ, കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനയ്ക്കാരൻ നീ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീര് വെറുതെ പോകില്ല. നിന്റെ ബന്ധുക്കളെയോ സ്വന്തക്കാരെയോ അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെയോ ഭാര്യയോടോ മക്കളോ വേണ്ടി നീ കണ്ണുനീരൊഴുക്കിയെങ്കിൽ അവര് ചിലപ്പോൾ ആ കണ്ണുനീര് മറന്നു പോവാം. പക്ഷെ നിന്റെ കണ്ണുനീര് ആരും മറന്നു പോകത്തില്ല, കർത്താവ് മറന്നു പോകത്തില്ല. കർത്താവിന്റെ തുരുത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. ആ തുരുത്തിൽ സൂക്ഷിച്ച കണ്ണുനീരിനെല്ലാം ദൈവം മറുപടി നൽകി പുറത്തു കൊണ്ടുവരുന്ന ദിവസം. നിങ്ങൾ പ്രാർത്ഥിക്കാം, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പൂർണ്ണമായി എത്തിച്ചു കൊടുക്കാം. ഇന്ന് പകരം ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടണം, ദൈവത്തിന്റെ ദൂതം അങ്ങോട്ട് വെളിപ്പെടണം. ഓരോ കുടുംബത്തിനകത്ത് പൂർണ്ണ ഹൃദയത്തോട് പകല് എത്തിച്ചുകൊണ്ട് എന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്, എന്റെ തലമുറയുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്, എന്റെ മക്കളുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്. എന്റെ മക്കളുടെ ഭാവി കർത്താവ് വെച്ചിരിക്കുന്നത്. എന്റെ മക്കളുടെ ഭാവി സ്വന്തക്കാരല്ല, നാട്ടുകാരല്ല. മുൻവിധിക്കേണ്ടത് എന്റെ നാട്ടുകാരുടെ സ്വന്തക്കാരോ ചർച്ചക്കാരോ അല്ല. എന്റെ മുൻവിധിക്കേണ്ടത് കർത്താവ്. എന്റെ കുടുംബത്തിനകത്ത്, എന്റെ തലമുറയ്ക്കകത്ത് ദൈവം ആലോചന വെച്ചിട്ടുണ്ട്. ഇന്ന് പകരം ദൈവത്തിന്റെ ആലോചന വെളിപ്പെടാട്ട്, ഓരോ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ആലോചന വെളിപ്പെടാട്ട്, അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും ഇന്ന് യേശുവിന്റെ നാമത്തിൽ